ഹായ് കൂട്ടുകാരെ, ഞാൻ പുതിയൊരു ചെറിയൊരു പരീക്ഷണം. മാങ്ങ വീട്ടിലുള്ള മാങ്ങയാണ്. അപ്പോൾ പുഴുവരിക്കുന്നു. അതുകൊണ്ട് പുഴുവരിക്കാതിരിക്കണമെങ്കിൽ യൂട്യൂബ് കണ്ടേന് ആ മാങ്ങ പുഴു കയറാതെ നമ്മൾ താഴെ വിഴാതെ പറിച്ച് എങ്ങനെ പഴുപ്പിക്കാം, അങ്ങനെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോകളൊന്ന് കാണാം. പഴുത്ത് അരിഞ്ഞ് കഴിക്കുന്നവർ ഉള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. വലിയ നീളമുള്ളതല്ല, ചെറിയ വീഡിയോ ആണ്. ഫുള്ള് കാണണം. ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്കും കമൻസും തന്ന് ഈ കുഞ്ഞു കലാകാരനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ എത്ര മാങ്ങ വയ്ക്കുന്നു ആ മാങ്ങകൾ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കണം. കൂടുതൽ തിളയ്ക്കേണ്ട, ഒരു ചെറു ചൂട് മതി. അതിൽ ഒരു ഉപ്പ് രസം തോന്നുന്ന രീതിയിൽ ഉപ്പ് ഇട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം ആ വെള്ളത്തിൽ ആ മാങ്ങകളെല്ലാം മുക്കി 1 മണിക്കൂർ, 1.5 മണിക്കൂർ വയ്ക്കുക. ചെറു ചൂടേ പാടുള്ളൂ കേട്ടോ, വലിയ ചൂട് വേണ്ട, എങ്കിൽ അത് അവിഞ്ഞു പോകും, അറിയാലോ. അപ്പോൾ ഇത് വെള്ളം ചൂടാക്കിയതൊന്നും ഞാൻ അറിഞ്ഞില്ല, വൈഫാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഈ മുക്കുന്ന കണ്ടാണ് ഞാൻ വീഡിയോകൾ എടുത്തു തുടങ്ങിയത്. എന്നിട്ട് ഇത് ഒരു തുണിയിൽ, ഉണങ്ങിയ തുണിയിലോട്ട് ആ വെള്ളം ചെറിയതായിട്ട് തുടച്ച് വയ്ക്കുക. കരയാ വയ്ക്കുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും. അതിൽ നിന്ന് വീണ്ടും തുടച്ച് മാറ്റി ഒരു വേറെ തുണിയിലോട്ട് വയ്ക്കുക. ഇത് ഇത്തിരി പാടുള്ള കാര്യം എല്ലാം ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓരോ മാങ്ങകൾ വെച്ച് തുടച്ച് മാറ്റി വയ്ക്കുക. നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ ചെയ്യുക കേട്ടോ. ഒരു കാര്യം ഇപ്പോഴും പറയുന്നു, വെള്ളം, ആ മാങ്ങ മുങ്ങിക്കിടക്കേണ്ട വെള്ളം ഉണ്ടാവണം. അതിനാവശ്യത്തിൽ ഉപ്പിടുക. ആവശ്യത്തിന് ഉപ്പ് രസം ഉണ്ടാവണം ആ വെള്ളത്തിൽ. വെള്ളം ചൂടായാൽ മതി, തിളയ്ക്കണ്ട, ചെറിയ ചൂട് മതി കേട്ടോ. ഓവർ തിളയ്ക്കണ്ട. കണ്ടോ, പാവം എൻ്റെ ഹൃദയമായ എൻ്റെ ഭാര്യ തുടച്ച് വൃത്തിയാക്കി. ഞാനൊരു പഴയ പേശ ലുങ്കി, തിരുവനന്തപുരം ഭാഷയാണ് പറയുന്നത്. അതുകൊണ്ട് മനസ്സിലാവോ, മറ്റുള്ള സുഹൃത്തുക്കൾ മനസ്സിലാവോ എന്നറിയില്ല. ലുങ്കി, ഉണങ്ങിയ ലുങ്കി എടുത്ത് വെച്ച് അതിൽ അടുക്കി ഇനി അവസാന രസം ഇത് മടക്കിയൊക്കെ വെക്കണം. കണ്ട, അപ്പോൾ അത് തല്ലാൻ പാടില്ല കേട്ടോ. തല്ലിക്കഴിഞ്ഞാൽ അത് ചീത്തയായിപ്പോവും, അറിയാലോ. അപ്പോൾ അത്രയും ഫ്രഷായിട്ടുള്ള മാങ്ങയാണ്. ഇതിൽ നല്ല വിളഞ്ഞതുകൊണ്ട്, വിളഞ്ഞ് തുടങ്ങിയതുകൊണ്ട്. ഇത് നല്ലൊരു നീലമാവ് എന്നാണ് തോന്നുന്നത്. കാര്യം ഇത് ഒരു കടുനീല കളറോത്ത മാങ്ങയാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ മടക്കി. കണ്ടോ, എൻ്റെ ഭാര്യ എന്ത് സൂക്ഷ്മയോടെയാണ് മടക്കുന്നതെന്ന്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മടക്കി ഏതെങ്കിലും ഒരു മൂലയിൽ വയ്ക്കുക, ഒതുക്കി വയ്ക്കുക. കണ്ടോ, അത് പഴുത്തു. ഞങ്ങൾ 2 ദിവസമായപ്പോൾ അതെടുത്ത് നോക്കിയപ്പോൾ കുറേ എണ്ണം പഴുത്തിട്ടുണ്ട്. അതിൽ 1-2 തൊലി ഒരു കറുത്ത പോലെ, പക്ഷെ നല്ല പഴുത്തയാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. അത് കഴിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് നീലം മാങ്ങയാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ഇത് പുഴു കയറുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ വിളഞ്ഞ് പറിച്ച് ഇതുപോലെ ഈ പറഞ്ഞ രീതിയിൽ പഴുപ്പിക്കാൻ വെച്ചാൽ നല്ലതാണ്. ഏതായാലും ഞാൻ തന്നെ ഫസ്റ്റ് കഴിക്കണം കേട്ടോ. നല്ല രുചിയുണ്ട് കേട്ടോ, നല്ല രുചി. നമ്മൾ തിരുവനന്തപുരത്ത്, നിങ്ങളവിടെ എങ്ങനെ പറയുന്ന അറിയില്ല, വരിക്കമാങ്ങ എന്ന് പറയാം, കോട്ടൂർ കോണം എന്ന് പറയും. ആ ടേസ്റ്റ്. ഈ പരീക്ഷണം കൊള്ളാം കേട്ടോ, സൂപ്പർ.